ലബനോനിലുടനീളം ഇസ്രായേൽ വ്യോമാക്രമണം. വെടിനിർത്തിയ ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് 2 മോട്ടോർ ഷെല്ലുകൾ വിക്ഷേപിച്ചിരുന്നു. ഇസ്രായേൽ ലക്ഷ്യമാക്കി മോട്ടോർ ഷെല്ലുകൾ വിക്ഷേപിച്ചതിന് മറുപടിയായാണ് ഇപ്പോൾ വീണ്ടും ലബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിനിടെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി വിതച്ച ട്രംപിന്റെ പ്രസ്താവന അറബ് മേഖലയ്ക്ക് ഓർക്കാപ്പുറത്തുള്ള വെള്ളടിയായി. ജനുവരി 20, 2025 ഹമാസ് ഇസ്രായേൽ ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ നരകതുല്യമായ അവസ്ഥ അതിന് പ്രതിഫലമായി നൽകേണ്ടി വരും എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപ് അധികാരമേൽക്കുന്നത് 2025 ജനുവരി 20-നാണ്. 20-ന് തന്നെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ടാർഗറ്റ് ട്രംപ് തയ്യാറാക്കി കഴിഞ്ഞു. ഇതോടെ ഗാസ നരകത്തിൽ നിന്ന് വീണ്ടും നരകത്തിലേക്ക് പോകും എന്ന് മാത്രമല്ല, ട്രംപ് മിഡിൽ ഈസ്റ്റിനെയും കൂടി ഈ നരകത്തിലേക്ക് കൂട്ടിവെക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയും തമ്മിലുള്ള വെടിനിർത്തൽ കഴിഞ്ഞയാഴ്ച പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. മൗണ്ടോവ് ഏരിയയിൽ ഹിസ്ബുള്ള 2 മോട്ടാർ ഷെല്ലുകളാണ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. പോർട്ടബിൾ ആയ ലോഞ്ചറുകളിൽ നിന്നും തൊടുത്തുവിടുന്ന ചെറിയ മിസൈൽ ഷെല്ലുകളാണ് മോട്ടാറുകൾ വിക്ഷേപിച്ചതിനു ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം ഇസ്രായേൽ സൈന്യം ലബനനിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ലബനനിൽ ഉടനീളം ഹിസ്ബുള്ള പ്രവർത്തകരെയും ഡസൻ കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളും കേന്ദ്രങ്ങളും ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ പറഞ്ഞു. ഹിസ്ബുള്ള വെടിനിർത്തലിന്റെ മറവിൽ റീബിൽഡ് ചെയ്ത എല്ലാ സൗകര്യങ്ങളും തകർത്തുവെന്നും ഇസ്രായേൽ പറഞ്ഞു. വെടിനിർത്തൽ കരാർ ഒപ്പിട്ട ശേഷം 60 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ലബനനിൽ നിന്നും ഒഴിഞ്ഞു പോകണമായിരുന്നു. എന്നാൽ വെടിനിർത്തൽ ലംഘിച്ചതിനാൽ ഇനി ഇസ്രായേൽ ലബനനിൽ തുടരും. 2 ആഴ്ചയോളം വെടിനിർത്തൽ ഇസ്രായേൽ സൈനികർക്ക് വിശ്രമിക്കാനും ആയുധങ്ങൾ എത്തിക്കാനുമെല്ലാം സഹായകരമായി. അതിനാൽ തന്നെ ഇനി രൂക്ഷമായ ആക്രമണം ഉണ്ടാകുമെന്നും സൂചനകൾ വരുന്നു. കഴിഞ്ഞയാഴ്ച പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഇസ്രായേൽ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾക്ക് മറുപടിയായാണ് മോട്ടോറുകൾ വിക്ഷേപിച്ചത് എന്ന് ഹിസ്ബുള്ള തിങ്കളാഴ്ച നേരത്തെ അവകാശപ്പെട്ടു. ഇത് ലബനനിലെ IDF ആക്രമണങ്ങളെ കുറിച്ചുള്ള പ്രാരംഭ മുന്നറിയിപ്പ് പോലുമില്ലാതെ ഇസ്രായേൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിട്ടു എന്നും ഹിസ്ബുള്ള ആരോപിച്ചു. ഇസ്രായേലി വിമാനങ്ങൾ ലബനൻ വ്യോമാതിർത്തി ലംഘിക്കുന്നത് തുടരുന്നുവെന്നും ലബനോൻ ഹിസ്ബുള്ള പറഞ്ഞു. ഉടമ്പടി ആരംഭിച്ചതിനു ശേഷം ലബനനിൽ നിന്നുള്ള ആദ്യത്തെ ഇസ്രായേൽ വ്യോമാക്രമണമാണ് ഇപ്പോൾ ലബനനിൽ ഉണ്ടായത്. മൗണ്ടോവിൽ ഹിസ്ബുള്ളയുടെ വെടിനിർത്തൽ കരാർ ഗുരുതരമായ ലംഘനമാണ് എന്നും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്നും ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും ലംഘനത്തിനെതിരെ പ്രതികരിക്കാനും ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നും ഇസ്രായേൽ അറിയിക്കുന്നു. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും കഠിനമായ പ്രതികരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഏത് വെടിനിർത്തൽ ലംഘനത്തിനെതിരെയും പ്രവർത്തിക്കുമെന്ന് ഇസ്രായേൽ സജ്ജമാണ് എന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഹിസ്ബുള്ള പ്രവർത്തകർ തയ്യാറാക്കിയ റോക്കറ്റ് ലോഞ്ചറുകൾ, യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിടുന്ന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ മൗണ്ടോവിൽ 2 മോട്ടാറുകൾ വെടിവെക്കാൻ ഉപയോഗിച്ച ലോഞ്ചറുകൾ ഇവയെല്ലാം തകർത്തതായി ഇസ്രായേൽ വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ വിക്ഷേപണം ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് IDF പ്രസ്താവനയിൽ പറയുന്നു. 2 തെക്കൻ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 9 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം പിന്നീട് പറഞ്ഞു. ഹാരിസ് ഗ്രാമത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. തലൂസയിൽ നടന്ന മറ്റൊരു ആക്രമണം 4 പേർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം സിറിയയിലെ ഷാം FM റേഡിയോ തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ പരമ്പര ലബനനും സിറിയയ്ക്കും ഇടയിലുള്ള അൽ ഖുസൈർ ഏരിയയിലെ അതിർത്തി ക്രോസിംഗുകളെ ലക്ഷ്യം വെച്ചതായും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.